പ്രശസ്ത ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി ചുമതലയേൽക്കും. ധനലക്ഷ്മി ഗ്രൂപ്പ് CMD ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ടാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരിയിലാണ് യുവരാജ് സിംഗ് ചുമതലയേൽക്കുക. യുവരാജ് സിംഗിനെ ബ്രാൻഡിന്റെ മുഖമാക്കുന്നതിലൂടെ കമ്പനി വളർച്ചയുടെ പുതിയ പാതകൾ തുറക്കുകയാണെന്നും വിപിൻ ദാസ് പറഞ്ഞു. ജീവിതത്തിലും ക്രിക്കറ്റിലും കരുത്തുറ്റ മാതൃകയായി നിലകൊള്ളുന്ന യുവരാജ് സിംഗ് മുന്നോട്ടുള്ള യാത്രയിൽ തങ്ങൾക്ക് പ്രചോദനമായിരിക്കുമെന്നും വിപിൻ ദാസ് പറഞ്ഞു. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ന്യൂഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ശക്തമായ സാന്നിധ്യത്തിന് പുറമെ കമ്പനി പുതിയ 5 സംസ്ഥാനങ്ങളിലേക്കും സേവനങ്ങൾ വ്യാപിപ്പിക്കും. ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഗോൾഡ് ലോണുകൾക്കായി മാത്രം പ്രവർത്തിക്കുന്ന NBFC ആയി മാറുകയാണെന്നും വിപിൻ ദാസ് കടങ്ങോട് വ്യക്തമാക്കി. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയോടുകൂടി ധനലക്ഷ്മിയുടെ ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് യുവരാജ് സിംഗ് ആയിരിക്കും വരുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ പബ്ലിക് ഇഷ്യൂവൻസിൽ അത് നമ്മൾ നിങ്ങളോട് മുന്നേ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹമായിരിക്കും ഈ കമ്പനിയുടെ അല്ലെങ്കിൽ അന്ന് ലോഞ്ചിങ്ങിന് ഈ കമ്പനിയിൽ വരുന്നത്. ധനലക്ഷ്മിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സേവന മേഖലയിലും സാമൂഹിക രംഗത്തും കൂടുതൽ വിപുലീകരണം ലക്ഷ്യമിട്ട് ധനലക്ഷ്മി ലിമിറ്റഡ് ഗോൾഡ് ലോൺ കമ്പനിയായി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് COO മാത്യു തോമസ് അറിയിച്ചു. 2030 ആകുമ്പോൾ ഈ കമ്പനിയെ ഒരു ലിസ്റ്റഡ് കമ്പനിയായിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ലിസ്റ്റഡ് കമ്പനിയാക്കി ലിസ്റ്റഡ് ഗോൾഡ് ലോൺ കമ്പനിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 5 ഇയർ പദ്ധതിയാണ് ഇന്ന് ധനലക്ഷ്മിയുടെ മാനേജ്മെന്റ് രൂപം നൽകിയിരിക്കുന്നത്. വോൾ ടൈം ഡയറക്ടർ ശ്യാംദേവ്, ഡയറക്ടർമാരായ ബൈജു S ചുള്ളിയിൽ, സുനിൽകുമാർ K, സുരാജ് KB, അഡ്വൈസറി ബോർഡ് അംഗം വിമൽ വിജയ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, തൃശൂർ.